കേരള രാഷ്ട്രീയത്തിൽ ഒട്ടേറെ തവണ ഉയർന്നു കേട്ട പേരാണ് പാണക്കാട്ടെ കൊടപ്പനയ്ക്കൽ തറവാടിന്റേത്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അവസാന വാക്കാണ് ഇവിടെ. രാഷ്ട്രീയത്തിനപ്പുറം ദിനംപ്രതി നൂറുകണക്കിന് ആളുകളാണ് സഹായം ചോദിച്ചും തർക്കങ്ങൾക്ക് പരിഹാരം തേടിയും ഇങ്ങോട്ടേക്കെത്തുന്നത്. ഇതാണ് പാണക്കാട്ടെ കൊടപ്പനയ്ക്കൽ തറവാട്. ഈ ഗേറ്റ് ഒരിക്കലും അടയ്ക്കാറില്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം. മുസ്ലിം ലീഗിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും അന്തിമ വാക്ക് പാണക്കാട് തങ്ങളുടേതാണ്. അതുകൊണ്ട് തന്നെ പാണക്കാട് എന്ന സ്ഥലവും തങ്ങൾ താമസിക്കുന്ന കൊടപ്പനയ്ക്കൽ തറവാടുമൊക്കെ ഒരുപാട് തവണ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു അന്തരിച്ച മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ വീട്. ഇപ്പോഴിവിടെയുള്ളത് മകൻ മുനവർ അലി ശിഹാബ് തങ്ങളും കുടുംബവും. തൊട്ടുചേർന്ന് തന്നെയാണ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 200-ലധികം പേരുണ്ടാകും മിക്ക ദിവസവും കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ. ജോലി കിട്ടാനും സാമ്പത്തിക പ്രയാസം മാറാനും കുട്ടികൾക്ക് പേരിടാനുമൊക്കെയായി എത്തുന്നതാണ്. പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഒക്കെ കാലത്ത് തുടങ്ങിയ പതിവാണിത്. പാപ്പ ഉള്ളതെന്ന് തന്നെ ആരെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ വളരെ വിഷമായിരിക്കും ഉണ്ടാകുക. അപ്പൊ ആര് വന്നാലും എന്നെ വിളിക്കണമെന്നാണ് പാപ്പ പറയാറ്. എത്ര രാത്രിയായാലും കാത്തു നിൽക്കുന്നവരെ കാണാതെ മടക്കി അയക്കാറില്ല. എല്ലാ മേഖലയിലുള്ള ആളുകൾ വരാറുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ, അങ്ങനെ ധാരാളം പ്രയാസപ്പെടുന്ന ആളുകൾ ഇവിടെ വരാറുണ്ട്. കടലുണ്ടിപ്പുഴയുടെ തീരത്തുള്ള കൊടപ്പനയ്ക്കൽ തറവാട് ഇതുപോലെ ഒട്ടേറെ പേരുടെ ആശ്രയമാണ്. മകനെ പഠനത്തിന്റെ ആവശ്യം തുടക്കാൻ വേണ്ടിയിട്ട് തങ്ങളെ കൊണ്ട് തുടങ്ങിക്കാന്നുള്ള ഉദ്ദേശത്തിൽ വന്നതാണ്. ഇതിനെല്ലാം പുറമെയാണ് രാഷ്ട്രീയത്തിന് ചൂടുപിടിക്കുന്ന ചർച്ചകൾക്കും ഇവിടം വേദിയാകുന്നത്. ക്യാമറമാൻ അനന്തുപ്രഭയ്ക്കൊപ്പം മലപ്പുറത്തു നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്.